LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് ആന്റണി ജോൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വ്യാഴാഴ്ച രാവിലെ ഇടവക ദേവാലയമായ സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിലും ഈശോ അച്ഛന്റെയും ഫാദർ ജോർജ് മുണ്ടക്കലിന്റെയും പൂർവികരുടെയും കല്ലറകളിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് ആന്റണി ജോൺ പത്രികാ സമർപ്പണത്തിനായി ഇറങ്ങിയത്. കോതമംഗലം വിശുദ്ധ മാർത്തോമ ചെറിയ പള്ളിയിലെത്തി പരിശുദ്ധ എൽദോമാർ ബസേലിയൂസ് ബാവയുടെ കബറിങ്കിലും തുടർന്ന് വിശുദ്ധ മാർത്തമറിയം വലിയ പള്ളിയിലും ചേലാട് തെക്കേ കുരിശിങ്കിലും എത്തി പ്രാർത്ഥിച്ചു. 10:30 ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പചക്രം അർപ്പിച്ച് പുഷ്പാർച്ചനയും നടത്തി. തുടർന്ന് LDF നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായിട്ടാണ് ആന്റണി ജോൺ കോതമംഗലം താലൂക്ക് ഓഫീസിൽ എത്തിയത്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ കോതമംഗലം തഹസിൽദാർ M. ഗിരീഷ് കുമാർ മുൻപാകെയാണ് ആന്റണി ജോൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പേരാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധ മേഖലകളിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോഴും എല്ലാ വിഭാഗം ജനങ്ങളുടെയും വലിയ സ്നേഹവായ്പാണ്, അവർ ആ നിലയിലുള്ള പ്രതികരണമാണ് എന്നോട് കാണിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലുമൊക്കെ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ പരമാവധി ശ്രമിച്ചതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളുടെ വലിയൊരു സ്വീകാര്യത എനിക്കിപ്പോൾ ലഭിക്കുന്നത് എന്നാണ് വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.